ഹലോ എവരി വൺ, വെൽക്കം ടു എഡുഗാനന്റെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യത്തെ കുറിച്ചാണ്. ഇന്ത്യയുടെ 5ാമത്തെ ചന്ദ്രയാൻ ദൗത്യം നമ്മൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് സഹകരിച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2008 ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രയാന്റെ വിക്ഷേപണം നമ്മൾ നടത്തിയത്. 4ാമത്തെ വിക്ഷേപണം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് 2027 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 5ാമത്തെ ചന്ദ്രയാൻ വിക്ഷേപണത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ 5ാമത്തെ ചന്ദ്രയാൻ വിക്ഷേപണം നടത്തുന്നത്. 2035 നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുരസ്കാരത്തിനെ കുറിച്ചാണ്. നമ്മളുടെ എക്സാമുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അവാർഡ്സ് എന്ന് പറയുന്നത്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ആബേൽ അവാർഡ്സിനെ കുറിച്ചാണ്. എക്സാമുകൾക്ക് പല രീതിയിലാണ് ചോദ്യം ചോദിക്കാറുള്ളത്. 2025 ആബേൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിക്കും. ഇനി അതല്ലെങ്കിൽ ഏത് ഫീൽഡിലാണ് ഈ ആബേൽ കൊടുക്കുന്നത് എന്ന് ചോദിക്കും. അതായത് നോബലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ലൈവ് സെഷനുകളിലെല്ലാം സ്ഥിരമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. അതായത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ചില സബ്ജക്റ്റുകൾ ഒഴിവാക്കിയിട്ട് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത പാറ്റേൺ ആണ്. അപ്പോൾ ബാങ്കിങ് മേഖലകളിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കൂടി എക്സ്പെക്ട് ചെയ്യണം കറണ്ട് അഫയർ സെഷനുകളിൽ നിന്ന്. അപ്പോൾ ആബേൽ പുരസ്കാരം മാത്സിന് നൽകുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ഇത് ആരാണ് നൽകുന്നത്? അതായത് നോർവേജിയുടെ കിങ് ആണ് ഈ പറയുന്ന നമ്മളുടെ ആബേൽ പുരസ്കാരം നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. 2025 നമ്മളുടെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി എന്ന് പറയുന്നത് ജാപ്പനീസ് മാത്തമാറ്റീഷ്യനായ മസാക്കി കഷിവാരയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാങ്കിങ് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മളുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് ദിൽമ വന റൂസഫിനെ വീണ്ടും തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ആദ്യം ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പേര് എന്ന് പറയുന്നത് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നുള്ളതായിരുന്നു. അതായത് ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും ദക്ഷിണാഫ്രിക്കയും ചേർന്നിട്ടാണ് നമ്മളുടെ ഈ ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് രൂപീകരിച്ചത്. അതിൻ്റെ പേര് പിന്നീട് നമ്മൾ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് മാറ്റുകയുണ്ടായി. ആ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ദിൽമ വന റൂസഫിനെ ഒന്നുകൂടി തിരഞ്ഞെടുത്തത് എന്നുള്ള വാർത്ത നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് സെക്രട്ടറിയെ കുറിച്ചാണ്. ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് അജയ് സെയ്ത്തിനെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ അജയ് സെയ്ത്ത് റീപ്ലേസ് ചെയ്യുന്നത് നമ്മളുടെ ടുഹിൻ കാന്ത പാണ്ഡെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഈ ടുഹിൻ കാന്ത പാണ്ഡെ എന്നുള്ളത്. നമ്മളുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്ററായ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മളുടെ എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒന്നാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയെക്കുറിച്ച്. സെബിയുടെ 11th ചെയർപേഴ്സൺ ആയിട്ടാണ് നമ്മളുടെ ടുഹിൻ കാന്ത പാണ്ഡെ അപ്പോയിന്റ് ചെയ്തത്. ഈ ടുഹിൻ കാന്ത പാണ്ഡെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ ന്യൂ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് അജയ് സെയ്ത്തിനെ അപ്പോയിന്റ് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ്. ഛത്തീസ്ഗഡ് ഹൈക്കോർട്ട് സ്ത്രീകളെ ഫോഴ്സ് ചെയ്തിട്ട് വെർജിനിറ്റി ടെസ്റ്റ് നടത്തുന്നത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരെയുള്ള വയലേഷനാണ് എന്നാണ് ഛത്തീസ്ഗഡ് ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിലും 25 ഹൈക്കോർട്ടുകൾ മാത്രമാണ് ഉള്ളത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് പാർട്ട് 3 എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ ഫസ്റ്റ് ഹോം അഫയേഴ്സ് മിനിസ്റ്ററുമായ ഇന്ത്യയുടെ അയൺമാൻ എന്നറിയപ്പെടുന്ന, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യയിൽ മൊത്തത്തിൽ 6 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് നമുക്കുള്ളത്. ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഇന്ത്യക്ക് മൊത്തം 7 ഫണ്ടമെന്റൽ റൈറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 6 ഫണ്ടമെന്റൽ റൈറ്റുകളാണ് ഉള്ളത്. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് ഏത് ഫണ്ടമെന്റൽ റൈറ്റാണ് നമ്മൾ റിമൂവ് ചെയ്തത് എന്നുള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. സ്വാഭാവികമായും അടുത്തൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സ്റ്റേറ്റസ് ഓഫ് ദിസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ? ഇപ്പോൾ എന്താണ് ഇന്ത്യയിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത്?
ഇന്ത്യയിൽ ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഫണ്ടമെന്റൽ റൈറ്റിൽ നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ് ആർട്ടിക്കിൾ 21 എന്താണ് എന്നുള്ളത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യം റൈറ്റ് ടു പ്രൈവസി എന്താണ് എന്നുള്ളതാണ്. ഈ റൈറ്റ് ടു പ്രൈവസിയും ആർട്ടിക്കിൾ 21 തന്നെയാണ്. അതായത് ഇതുപോലെ തന്നെ ഒരു ഹൈക്കോർട്ട് ജഡ്ജ്മെന്റിൽ വന്നതാണ്. അതായത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നതും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് ജീവിക്കാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസിയാണ്, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ആർട്ടിക്കിൾ 21A എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് ആൻഡ് ഡേ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ എല്ലാ ബാങ്കിങ് എക്സാമുകൾക്കും സ്ഥിരമായി വരുന്ന സ്റ്റാഫ് സെലക്ഷൻ പാറ്റേൺ ക്വസ്റ്റ്യനുകൾക്കും ഒരു ഡേറ്റിൽ നിന്നുള്ള ചോദ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് 30 കുറിച്ചാണ്. മാർച്ച് 30 ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റ് ആണ്. അപ്പോൾ മാറ്റം വരുന്ന ക്വസ്റ്റ്യനുകളുടെ പാറ്റേണുകൾ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഡേറ്റ്സുകൾ ചോദിക്കുമ്പോൾ ആ ഡേറ്റിൽ നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന വർഷത്തിലെ തീം എന്തായിരുന്നു എന്നുള്ളതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാർച്ച് 30 ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റ് എന്ന് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ആ ഡേയിലെ തീം എന്താണ് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഇത്തവണത്തെ ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റിന്റെ തീം എന്ന് പറയുന്നത് ടുവേർഡ്സ് സീറോ വേസ്റ്റ് ഇൻ ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽസ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ എക്സാമുകൾക്ക് ഓപ്പറേഷന്റെ പേര് നൽകിയതിനു ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ ആണ് ഇത് എന്നൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കറിയാം 2025 ഈ നമ്മളുടെ മാർച്ച് 28 മ്യാൻമാറിൽ ഒരു ഭൂകമ്പം സംഭവിച്ചു. ഈ ഭൂകമ്പത്തിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യ നൽകിയ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ബ്രഹ്മ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ബ്രഹ്മ. അത് നമ്മളുടെ മ്യാൻമാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. മ്യാൻമാറിന് ഇതിനു മുൻപും നമ്മൾ മിലിറ്ററി ഓപ്പറേഷനുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്. അതായത് 2023 ഇന്ത്യ ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. അന്ന് മ്യാൻമാറിലെ ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ നടത്തിയിരുന്ന ഒരു ഓപ്പറേഷൻ ആണ്. ഇനി ഈ അടുത്ത് മറ്റ് ഓപ്പറേഷനുകൾ കൂടി ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ സുഡാനിൽ ഒരു വർഗീയ കലാപം നടന്നപ്പോൾ അവിടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ കാവേരിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അജയ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്നാണ് ഈ ഓപ്പറേഷൻസ്. അതുകൊണ്ട് നന്നായി പഠിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മൾ ഏത് രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും പ്രധാനമായും പഠിക്കേണ്ട ഒരു പാറ്റേൺ ആണ് രാജ്യത്തിൻ്റെ ഹെഡ് ആരാണ്, രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ ആരാണ്, രാജ്യത്തിൻ്റെ കറൻസി എന്താണ് എന്നുള്ളത്. അതായത് ബാങ്കിങ് എക്സാമുകൾക്ക് ഒരു രാജ്യത്തിൻ്റെ കറൻസി സ്ഥിരമായി ചോദിച്ചു വരുന്ന പാറ്റേൺ ആണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ കറൻസിയിലെ ചിഹ്നം അവർ പുതിയതായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് അറബിക് കാലിയോഗ്രഫിയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഫ്ലാഗിലെ കളറും ഉപയോഗിച്ചിട്ടാണ് UAE അവരുടെ പുതിയ കറൻസി ഇറക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം UAEയുടെ കറൻസി എന്ന് പറയുന്നത് ദിർഹമാണ്. UAEയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അബുദാബിയാണ്. UAEയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹിയാൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി UAE 2025 ഡിജിറ്റൽ ദിർഹം പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം കൂടിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ അപ്പോയിൻമെന്റ് ആണ്. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായിട്ട് നമ്മൾ ഷെർലി ബോച്ച്വേ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ഥിരമായി അപ്പോയിൻമെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ, വാട്ട് ഈസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഷെർലി ബോച്ച്വേ എമോങ് ദ സെക്രട്ടറീസ് ഓഫ് കോമൺവെൽത്ത്? ഇങ്ങനൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് എത്രാമത്തെ കോമൺവെൽത്ത് സെക്രട്ടറി ആയിട്ടാണ് ഷെർലി ബോച്ച്വേ അപ്പോയിന്റഡ് ആയിരിക്കുന്നത് എന്നുള്ളത്. 7ാമത്തെ കോമൺവെൽത്ത് സെക്രട്ടറിയാണ് നമ്മളുടെ ഷെർലി ബോച്ച്വേ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ വനിത ഈ പറയുന്ന കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയിരിക്കുന്നത്. അതും നമ്മളുടെ ഷെർലി ബോച്ച്വേ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. സ്പോർട്സിലെ
ചെസ് എന്ന് പറയുന്ന സ്പോർട്സ് ഐറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്തവണത്തെ താഷ്കണ്ട് ഓപ്പൺ ചെസ് ടൂർണമെന്റ് 2025 ജേതാവായത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന മലയാളി കൂടിയായ ഇന്ത്യൻ താരം നിഹാൽ സരീനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ താഷ്കണ്ട് ഓപ്പൺ ചെസ് ടൂർണമെന്റിന്റെ വേദി എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റലാണ് ഈ താഷ്കണ്ട് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടത് ഈ താഷ്കണ്ടിൽ വെച്ചാണ്. താഷ്കണ്ട് കരാറ് പാകിസ്ഥാനുമായി ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മളുടെ ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടത് എന്നുള്ള വാർത്തയും കൂടി ഡിസ്കസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി പുരസ്കാരത്തെ കുറിച്ചാണ്. 2025 ഗോൾഡ് മെർക്കുറി പുരസ്കാരം നേടിയത് ദലൈലാമയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാം ടിബറ്റിന്റെ ആത്മീയ നേതാക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ദലൈലാമ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ദലൈലാമ എന്ന് പറയുന്നത് ടെൻസിൻ ഗ്യാറ്റ്സോ ആണ്. അദ്ദേഹത്തിനാണ് ഇത്തവണത്തെ സമാധാനത്തിനുള്ള ഗോൾഡൻ മെർക്കുറി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 14ാമത്തെ ലാമയാണ് നമ്മളുടെ ടെൻസിൻ ഗ്യാറ്റ്സോ എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ടിബറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യമാണ് എന്നുള്ളത്. ടിബറ്റ് സത്യത്തിൽ ഒരു രാജ്യമല്ല. ടിബറ്റ് ചൈനയുടെ ഒരു പ്രൊവിൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ സ്കീംസ് വിഭാഗത്തിൽ നിന്ന് ഒരു കറണ്ട് അഫെയർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരംഭിച്ച ഒരു സ്കീമാണ് സീറോ പോവർട്ടി P4. ഈ സ്കീമിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് 2029 ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആന്ധ്ര ചീഫ് മിനിസ്റ്റർ ഈ പദ്ധതി ആരംഭിച്ചത്. നമുക്കറിയാം ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് എൻ ചന്ദ്രബാബു നായിഡു ആണ്. ആന്ധ്രയുടെ ഗവർണർ എന്ന് പറയുന്നത് എസ് അബ്ദുൽ നാസർ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ആന്ധ്രയുടെ ക്യാപിറ്റൽ അമരാവതിയാണ്. നമ്മൾ ഈ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു പാറ്റേൺ ആണ് ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളിൽ 25 ഹൈക്കോർട്ടുകളാണ് നമുക്കുള്ളത് എന്നുള്ളത്. എക്സാമിനേഷൻ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യ പാറ്റേൺ ആണ് 25ാമത്തെ ഹൈക്കോർട്ട് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി ഇന്ത്യയിൽ വന്ന ഹൈക്കോർട്ട് ഏതാണ് എന്നുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി വന്ന ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ടാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എന്നാൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതും നമ്മളുടെ ആന്ധ്ര തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കിങ് ഇൻഡെക്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. 2024 ഫിനാൻഷ്യൽ ഇയർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്യുന്ന ലോകത്തിലെ രാജ്യം എന്ന് പറയുന്നത് കെനിയയാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് പ്രകാരം ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ഏത് ഇൻഡെക്സ് റാങ്കിങ് വിഭാഗം പഠിക്കുകയാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ പൊസിഷൻ നമ്മൾ പഠിക്കണം. കാരണം നമ്മളുടെ എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്നത് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ്. 2ാം സ്ഥാനം എത്തിയിരിക്കുന്നത് ഇന്ത്യ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി കോഫി പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോകത്തിലെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രസീലാണ് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മളുടെ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് അഫെയർ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 7ാമത്തെ പൊസിഷനാണ് ഇന്ത്യയുടെ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ കർണാടകയാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാം ആണ് എന്നുള്ള കാര്യം നമുക്ക് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആസാം ആപ്പിൾ വാലി. സോ നമുക്ക് അങ്ങനെ തന്നെയും കണക്ട് ചെയ്ത് വെക്കാം എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വിരമിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയുടെ വനിതാ ഹോക്കി താരമായ വന്ദന കതാരിയ ഇന്ത്യൻ ഹോക്കിയിൽ നിന്ന് വിരമിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിച്ചു വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിയുടെ പേര് നൽകിയതിന് ശേഷം ഇത് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. വന്ദന കതാരിയ ഹോക്കി താരമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം ഇന്ത്യയുടെ നാഷണൽ സ്പോർട്ടാണ് ഈ ഹോക്കി എന്നുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഹോക്കി വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിംസ്റ്റെക് ഉച്ചകോടിയെ കുറിച്ചാണ്. 6ാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടി 2025 നടക്കുന്ന വേദി എന്ന് പറയുന്നത് തായ്ലാൻഡാണ്. നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം 1997
ഡിസംബർ 22 നമ്മളുടെ ബിംസ്റ്റെക് രൂപീകരിക്കുന്നത്. ബിംസ്റ്റെക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ദ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ബിംസ്റ്റെക്കിന്റെ മെമ്പർ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. ഒന്ന് നമ്മളുടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശും കിങ്ഡം ഓഫ് ഭൂട്ടാനും ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയും ദ റിപ്പബ്ലിക് ഓഫ് യൂണിയൻ ഓഫ് മ്യാൻമാറും നേപ്പാളും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്കയും ചേർന്നതാണ് നമ്മളുടെ ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ദ കിങ്ഡം ഓഫ് തായ്ലൻഡും ബിംസ്റ്റെക്കിലെ ഒരു അംഗമാണ്. ആ തായ്ലൻഡിൽ വെച്ചാണ് ഇത്തവണത്തെ ഉച്ചകോടി നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് ഒരു നാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നീതി ആയോഗിന്റെ മുഴുവൻ സമയം അംഗമായിട്ട് രാജീവ് ഗൗബയെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം രാജീവ് ഗൗബ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു ഈ രാജീവ് ഗൗബ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നീതി ആയോഗ് സ്ഥിരമായ എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒന്നാണ്. അതായത് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. എല്ലാ കാലഘട്ടത്തിലും നീതി ആയോഗിന്റെ ചെയർമാൻ പദവി അലങ്കരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ എല്ലായ്പ്പോഴും നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആയിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ നീതി ആയോഗിന്റെ ചെയർമാനും ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ചെയർമാനും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മൾ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് വന്നിരിക്കുന്നത് എന്നുള്ളത്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മളുടെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത് VVR സുബ്രഹ്മണ്യമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസറിനെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസറായ രാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യ 239 മില്യൺ മെട്രിക് ടൺ പ്രൊഡക്ഷനാണ് മിൽക്കിൽ നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. വരാൻ പോകുന്ന 5 വർഷത്തേക്ക് ഇന്ത്യയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 239 മില്യൺ മെട്രിക് ടണ്ണിൽ നിന്നും 300 മില്യൺ മെട്രിക് ടൺ ആക്കുമെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ റാങ്കിങ് ഇൻഡെക്സ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഹുറൂൺ ആഗോള സമ്പന്ന പട്ടിക എന്ന് പറയുന്നത്. 2025 ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് എലൻ മസ്ക് ആണ്. നമുക്കറിയാം മസ്ക് വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് മസ്ക് എന്ന് പറയുന്നത്. നമ്മളുടെ ടെസ്ല മോട്ടേഴ്സിന്റെ സിഇഒ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് മസ്ക്. നമ്മളുടെ സ്പേസ് എക്സിന്റെ സിഇഒ ആണ് മസ്ക്. അതുപോലെ തന്നെ ട്വിറ്ററിന്റെ പുതിയ പേരായ എക്സിന്റെ ഓണർ കൂടിയാണ് മസ്ക് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി 2025 മസ്കിന് പ്രധാനപ്പെട്ട മറ്റൊരു അപ്പോയിന്റ്മെന്റ് കൂടി കിട്ടി. നമ്മളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം US പ്രസിഡന്റിന്റെ സീനിയർ അഡ്വൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 2025 എലോൺ മസ്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. സോ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് നമ്മളുടെ എലോൺ മസ്ക്. അദ്ദേഹത്തിനാണ് 2025 ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ 2-ാമത്തെ പൊസിഷൻ നമ്മളുടെ ആമസോണിന്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ജെഫ് ബെസോസിനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 3-ാമത്തേത് നമ്മളുടെ മാർക്ക് സക്കംബർഗിനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനി എല്ലായ്പ്പോഴും റാങ്കിങ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളുടെ മുകേഷ് അംബാനിയും 2-ാമത്തെ റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത് ഗൗതം അദാനിയുമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. ബെലാറസിന്റെ പ്രസിഡന്റ് ആയിട്ട് അലക്സാണ്ടർ ലുക്കഷെങ്കോവിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 7-ാമത്തെ തവണയാണ് ബെലാറസിന്റെ പ്രസിഡന്റ് പദവി അലക്സാണ്ടർ അലങ്കരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം നമ്മളൊരു രാജ്യം പഠിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ കറൻസി, അവിടുത്തെ ക്യാപിറ്റൽ. സോ നമ്മളുടെ ബെലാറസിന്റെ കറൻസി എന്ന് പറയുന്നത് ബെലാറസിയൻ റൂബിൾ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മിൻസ്ക് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് സഞ്ജയ് കുമാർ മിശ്രയെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപ് സഞ്ജയ് കുമാർ മിശ്ര ഇന്ത്യയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക.
അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ സാറ്റേണിന് 128 പുതിയ മൂണുകൾ കൂടിയുണ്ട് എന്ന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി സാറ്റേൺ മൊത്തം 274 മൂണുകളാണ് ഉള്ളത്. നമുക്കറിയാം സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റുകളാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ മൂണുകളുള്ളത് നമ്മളുടെ സാറ്റേൺ തന്നെയാണ്. സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത് 95 മൂണുകളുമായിട്ട് നമ്മളുടെ ജൂപ്പിറ്റർ ആണ്. ഇതോടുകൂടി എഡുകാരൻ്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു.